എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വഴക്കിനു ശേഷം സ്ത്രീ പുരുഷന്മാരിൽ സ്നേഹക്കൂടുതലോ? ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും പങ്കാളിയുമായി തർക്കിക്കേണ്ടി വന്നിട്ടുണ്ടോ? എന്നാൽ അതിനുശേഷം നിങ്ങളുടെ സ്വഭാവം എങ്ങനെയെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പങ്കാളിയുമായുള്ള ഒരു വഴക്ക് നിങ്ങളുടെ വേവലാതി വർദ്ധിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായും വളരെ പ്രകടമായ ഒന്നായിരിക്കും ഇത്. നിങ്ങൾ ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ടും വാദപ്രതിവാദത്തിൽ വിജയിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ വിജയിച്ചാലും തോറ്റാലും നിങ്ങൾക്ക് പങ്കാളിയോട് തോന്നുന്ന ചില മാറ്റങ്ങൾ അതറിഞ്ഞിരിക്കേണ്ടതാണ്. ചിലർക്ക് അവരുടെ പങ്കാളിയുമായി തർക്കിക്കുമ്പോൾ വൈകാരികമായ ഉണർവ് ലഭിക്കുന്നതായി കാണുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്നാൽ ഇതിന് പിന്നിൽ മാനസികമായും ശാരീരികമായും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് നിങ്ങളിൽ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് പിന്നിൽ കാരണമാകുന്ന ചില ഹോർമോൺ മാറ്റങ്ങളുണ്ട്. അവയെക്കുറിച്ചാണ് നോക്കേണ്ടത്. ആദ്യത്തേത് ഹോർമോൺ മാറ്റങ്ങൾ. നിങ്ങൾ ഒരാളുമായി തർക്കിക്കുമ്പോൾ പങ്കാളി ഉൾപ്പെടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ ശരീരത്തിലെ ടോക്സിസിറ്റി, അതുപോലെ ടെസ്റ്റോസ്റ്റിറോൺ, കോർട്ടിസോൾ, ആഡ്രിനാലിൻ എന്നീ ഹോർമോണുകൾക്ക് ഏറ്റക്കുറച്ചിൽ സംഭവിക്കുന്നുണ്ട്. സമ്മർദ്ദത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൺ. ഇതിൻ്റെ പ്രവർത്തന ഫലമായി ശരീരവും മനസ്സും ശാരീരിക ബന്ധത്തിനായി വളരെയധികം ആഗ്രഹിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഇതാണ് പലപ്പോഴും വഴക്കിന് ശേഷം നിങ്ങളിൽ ലൈംഗിക ആഗ്രഹം വർദ്ധിപ്പിക്കുന്നത്. ദേഷ്യപ്പെടുമ്പോഴും വഴക്കുണ്ടാക്കുമ്പോഴും തർക്കിക്കുമ്പോഴും ഈ ഹോർമോണുകൾ വൈകാരികമായി നിങ്ങളെ വളരെയധികം ഉത്തേജിപ്പിക്കുകയും പിന്നീട് നിങ്ങൾക്ക് ശാന്തത നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ബന്ധത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ്, ഇതിൻ്റെ ഗുണങ്ങൾ എന്നുള്ളതാണ്. നിങ്ങളുടെ പങ്കാളിയുമായുള്ള തർക്കങ്ങൾക്കൊടുവിൽ നിങ്ങളുടെ മനസ്സിലെ എല്ലാ അസ്വസ്ഥതകളും ഇല്ലാതാവുന്നു എന്നുള്ളത് സത്യമാണ്. ഇത് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും അതോടൊപ്പം ഉത്സാഹവും പ്രദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാമാണ്. ഉത്കണ്ഠ വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും രക്തയോട്ടവും വർദ്ധിപ്പിക്കുന്നു. ഈ അവസ്ഥയിൽ നിങ്ങൾ വളരെയധികം ആവേശഭരിതരാകുന്നു. തർക്കങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ ശരീരത്തിലെ എല്ലാ നാഡീവ്യൂഹങ്ങളും പ്രവർത്തന സജ്ജമാകുന്നു. ഇത് നിങ്ങളുടെ ശാരീരിക ഊർജം കൂടുകയും ഊർജം നിറക്കുകയും ഏതെങ്കിലും വിധത്തിൽ ശാരീരിക പ്രവർത്തികൾ ചെയ്യാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വഴക്കിടുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കുക. അനിയന്ത്രിതമായ ദേഷ്യവും പങ്കാളിയോടുള്ള ദേഷ്യവും എല്ലാം പലപ്പോഴും ശരീരത്തിന് ആഘാതമുണ്ടാക്കുന്നുണ്ട്. ഇവയെല്ലാം നിങ്ങളിൽ പല അവസ്ഥയിൽ ലൈംഗിക ഉത്തേജനം വർദ്ധിപ്പിക്കുന്നു. ഇത് കാരണം പങ്കാളിയുമായി തർക്കമുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്നു. എന്നാൽ ശാരീരിക ബന്ധം ഈ ഭയത്തെ ലഘൂകരിക്കുകയും മാനസിക അടുപ്പവും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ശാരീരിക ബന്ധത്തിന് യഥാർത്ഥത്തിൽ മനസ്സുകൾ തമ്മിലുള്ള അകലമില്ലാതാക്കുന്നതിന് സാധിക്കുന്നുണ്ട്. പങ്കാളികൾ തമ്മിൽ ഒരു തർക്കമുണ്ടായി കഴിയുമ്പോൾ തമ്മിൽ ക്ഷമിക്കേണ്ടതിൻ്റെയും അടുപ്പം പുനഃസ്ഥാപിക്കേണ്ടതിൻ്റെയും ആവശ്യകത മനസ്സിലാക്കേണ്ടതാണ്. ഒരു തർക്കത്തിന് ശേഷം പങ്കാളികൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളമായി നിലനിർത്താൻ ഒരു ശാരീരിക ബന്ധം അത്യാവശ്യമാണ്. ഇത് നിങ്ങളുടെ ശാരീരികവും മാനസികാരോഗ്യവും നിലനിർത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മിക്ക പങ്കാളികളും നല്ലൊരു വഴക്കിന് ശേഷം നല്ലൊരു ശാരീരിക ബന്ധം പുലർത്തുന്നതിൻ്റെ അടിസ്ഥാനവും. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം. അതുവരേക്കും ബൈ.